ഈ 25 വയസ്സെന്ന് പറയുന്നത് ഒരു വിയേർഡ് ടൈം പീരീഡാണ്. നമ്മൾ പലരും ഇപ്പോൾ 100 കൂട്ടം പ്രശ്നത്തിലൂടെ ആയിരിക്കും. അതായത് ജോലീൻ്റെ കാര്യം, പിആറിൻ്റെ കാര്യം ഒരു കൂട്ടർക്ക്, ചിലർക്ക് ജോലി നല്ലതില്ലാത്തത് പ്രശ്നം, ചിലർക്ക് ജോലിയേ ഇല്ലാത്തത് പ്രശ്നം. ഇതിൻ്റെ ഇടയെല്ലാം എല്ലാം കൂടെ നമ്മളിങ്ങനെ ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അന്നേരം നാട്ടിൽ നിന്ന് ചിലവർ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങളിവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളോടൊന്നും കോൺടാക്റ്റ് ഇല്ലാണ്ടായതെന്താ? എന്താ നിങ്ങളാരും ആരും വിളിക്കാത്തത്? പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയണം. പലരും ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസാണ് 25 ടു ആൻഡ് എബോവ് എന്ന് 25 എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. 20 വയസ്സ് തൊട്ട് +2 കഴിഞ്ഞപ്പം വരുന്ന പിള്ളേർ വരെ ഉണ്ട്. അന്നേരം എല്ലാവരും ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. അവരെല്ലാം ഇങ്ങനെ ജോലി ശരിയാകണം, കരിയർ ശരിയാകണം, PR ശരിയാകണം, ഇതിൻ്റെ എല്ലാം ഓട്ടം. അന്നേരം ആരെങ്കിലും തർക്കിക്കാൻ വന്നാലോ എന്തെങ്കിലും ഡ്രാമയാണേലോ നമുക്ക് എനർജി ഇല്ല. നമ്മൾ ജസ്റ്റ് പറയും ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെയേറെ ഞാൻ യോജിക്കുന്നു. ഇപ്പം എന്നാ പറയുക, കുതിരയ്ക്ക് 4 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അംഗീകരിച്ച് തരും. അതാണ് ഈ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ. കാരണം ഇവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ ഇവരാരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതേസമയം ഈ കാനഡ പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ ലൈക്ക് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും മിക്കപ്പോഴും. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ ഉള്ളവർ ആഘോഷിച്ച് ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ നോക്കുകയാണ്.